നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 പ്രധാന പുരസ്കാരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി പുരസ്കാരങ്ങൾ അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ഓരോ ഫാക്റ്റും പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. 2024 പ്രധാന പുരസ്കാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തേത് ഭാരതരത്ന 2024 ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. 5 പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മുന്നേ വർഷങ്ങളിൽ 1-2 പേർക്കൊക്കെ കിട്ടിയിരുന്നുള്ളൂ. 2024 ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് എന്ത് പ്രഖ്യാപിച്ചു? ഭാരതരത്ന പ്രഖ്യാപിച്ചു. ആർക്കൊക്കെ? 1 കർപ്പൂരി ഠാക്കൂർ, 2 PV നരസിംഹറാവു, 3 ചൗധരി ചരൺ സിംഗ്, 4 LK അദ്വാനി, 5 ഡോക്ടർ MS സ്വാമിനാഥൻ. കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, LK അദ്വാനി, ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതിൽ പല പേരുകളും നമുക്ക് പരിചയമുള്ള പേരുകളാണ്. അപ്പൊ ഈ 5 എണ്ണവും ഓർത്തിരിക്കാൻ ജസ്റ്റ് ഒരു കോഡ് ഒന്ന് ഓർക്കുക. എങ്ങനെ ഓർക്കാം? അദ്വാനിയായ ചരൺ നരസിംഹസ്വാമിക്ക് കർപ്പൂരം കത്തിച്ചു എന്ന് ഓർത്താൽ മതി. അദ്വാനിയായ ചരൺ നരസിംഹ സ്വാമിക്ക് കർപ്പൂരം കത്തിച്ചു. അപ്പൊ അദ്വാനി LK അദ്വാനി, ചരൺ ചൗധരി ചരൺ സിംഗ്, നരസിംഹം PV നരസിംഹറാവു, സ്വാമി MS സ്വാമിനാഥൻ കർപ്പൂരം കത്തിച്ചു. അതൊന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ 5 പേരുടെ പേരും അവിടുന്ന് കിട്ടും. അപ്പൊ അദ്വാനിയായ ചരൺ നരസിംഹസ്വാമിക്ക് എന്ത് കത്തിച്ചു? കർപ്പൂരം കത്തിച്ചു. ആരാണ് കർപ്പൂരി ഠാക്കൂർ? കർപ്പൂരി ഠാക്കൂർ മുൻ ബീഹാർ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. മുൻ ബീഹാർ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കർപ്പൂരി ഠാക്കൂർ. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. PV നരസിംഹറാവു 1991-96 കാലയളവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് PV നരസിംഹറാവു ആണ്. ചൗധരി ചരൺ സിംഗും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. 1979-80 കാലയളവിൽ 6 മാസക്കാലം മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ്. LK അദ്വാനി ആരാണ്? മുതിർന്ന BJP നേതാവാണ്. കൂടാതെ അദ്ദേഹം ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്നു. വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു. മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു. ഡോക്ടർ MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹം ഭാരതരത്നം ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ്. ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ഭാരതരത്നം ലഭിക്കുന്ന 2ാമത്തെ മലയാളി ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പോ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? അത് MGR ആണ്. MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. ഇദ്ദേഹം മലയാളി. ഇദ്ദേഹത്തിന്റെ വേരുകളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? പാലക്കാട്. അപ്പോൾ മലയാളി എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ MGR, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന MGR. 2ാമത്തെ മലയാളി ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പൊ അദ്വാനിയായ ചരൺ നരസിംഹസ്വാമിക്ക് കർപ്പൂരം കത്തിച്ചു എന്ന് ഓർത്താൽ 5 പേരെയും കിട്ടും. ഇതിൽ 4 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെ? കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത്? ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്തത് പത്മ പുരസ്കാരം 2024. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഇമ്പോർട്ടന്റ് ആണ്. പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് M വെങ്കയ്യ നായിഡു. ആരാണ് M വെങ്കയ്യ നായിഡു? മുൻ ഉപരാഷ്ട്രപതി, മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിരുന്നു M വെങ്കയ്യ നായിഡു. 2 വൈജയന്തി മാല ബാലി, നടിയും നർത്തകിയുമായ
വൈജയന്തി മാല ബാലി, കല വിഭാഗം ചോദിച്ചാൽ കലയാണ്, വൈജയന്തി മാല ബാലി. പത്മ സുബ്രഹ്മണ്യം നർത്തകിയാണ്, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം നർത്തകിയാണ്. പത്മ സുബ്രഹ്മണ്യം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം. ചിരഞ്ജീവി സിനിമാ നടൻ, തെലുങ്ക് സിനിമാ നടനായ ചിരഞ്ജീവി. ബിന്ദേശ്വർ പാഠക്, ആരാണ് ബിന്ദേശ്വർ പാഠക്? സാമൂഹിക പ്രവർത്തകനായ ബിന്ദേശ്വർ പാഠക്. ഇവർക്ക് 5 പേർക്കുമാണ് പത്മവിഭൂഷൺ പുരസ്കാരം 2024 ലഭിച്ചത്. എം വെങ്കയ്യ നായിഡു, വൈജയന്തി മാല ബാലി, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക്. ഓർക്കുക. ഇനി പത്മഭൂഷൺ പുരസ്കാരം, പത്മഭൂഷൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്മഭൂഷൺ 3 മലയാളികൾക്ക് 2024 ലഭിച്ചു. എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ്. എം ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ്, ഇവർ 3 പേരും മലയാളികളാണ്. അപ്പൊ പത്മഭൂഷൺ പുരസ്കാരം 2024 ലഭിച്ച മലയാളികൾ ആരൊക്കെ? എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ്. വിജയകാന്ത്, ഇദ്ദേഹം തമിഴ് സിനിമാ നടനാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മിഥുൻ ചക്രബർത്തി കലാകാരനാണ്, കലാ വിഭാഗം. ഹോർമുസ്ജി എൻ കാമ ജേർണലിസമാണ്, ജേർണലിസ്റ്റ് ആണ്. കുന്ദൻ വ്യാസ്, ആരാണ് കുന്ദൻ വ്യാസ്? ജേർണലിസ്റ്റ് ആണ്, ജേർണലിസം. യങ് ലിയു ആരാണ്? ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിലാണ് തായ്വാൻകാരനായ യങ് ലിയുവിന് പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ്. എത്ര മലയാളികൾക്ക് ലഭിച്ചു? 3 മലയാളികൾക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ബാക്കി വിജയകാന്ത്, മിഥുൻ ചക്രബർത്തി, ഹോർമുസ്ജി എൻ കാമ, കുന്ദൻ വ്യാസ്, യങ് ലിയു. ഓർക്കുക. പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെ? 6 മലയാളികൾക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ? അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി. അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി സാഹിത്യം വിദ്യാഭ്യാസം എന്ന വിഭാഗത്തിന്. മുനി നാരായണ പ്രസാദ്, സാഹിത്യം വിദ്യാഭ്യാസം, ഇദ്ദേഹം എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. സദനം ബാലകൃഷ്ണൻ, കഥകളി വിദ്വാനാണ്, ഇമ്പോർട്ടന്റ് ആണ്, കഥകളി വിദ്വാൻ, കല. ഇ പി നാരായണൻ, തെയ്യം കലാകാരനായ ഇ പി നാരായണൻ. സത്യനാരായണ ബലേരി, കർഷകനാണ് ഇദ്ദേഹം, നെൽ കർഷകനാണ്, കൃഷി, നെൽ കർഷകൻ. പി ചിത്രൻ നമ്പൂതിരിപ്പാട്, സാഹിത്യം വിദ്യാഭ്യാസം. അപ്പൊ സാഹിത്യം വിദ്യാഭ്യാസം 3 പേർക്ക് ലഭിച്ചു. ആർക്കൊക്കെ? അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി, മുനി നാരായണ പ്രസാദ്, പി ചിത്രൻ നമ്പൂതിരിപ്പാട്. സദനം ബാലകൃഷ്ണനും ഇ പി നാരായണനും കലാവിഭാഗം, സത്യനാരായണൻ ബലേരി കൃഷിയാണ്. നെൽകർഷകനാണ് ആര്? സത്യനാരായണ ബലേരി. ഈ 6 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം, മലയാളികളിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, വേറെ ഒരുപാട് പേർക്ക് ലഭിച്ചു. എത്ര മലയാളികൾക്ക് ലഭിച്ചു എന്ന് PSC ചോദിക്കും. 6 മലയാളികൾ. ഇപ്പൊ ചുവടെ തന്നിരിക്കുന്നതിൽ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടുന്നതാര്, ഉൾപ്പെടാത്തതാര് എന്ന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുണ്ട്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സൗദി വെള്ളക്ക എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. ഇതൊരു മലയാള ചിത്രമാണ്, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മികച്ച ചിത്രം സൗദി വെള്ളക്ക. സൗദി വെള്ളക്കയുടെ സംവിധായകൻ ആരാണെന്നും കൂടി ഓർക്കുക. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് സന്ദീപ് സേനൻ നിർമ്മിച്ച സൗദി വെള്ളക്ക എന്ന മലയാള ചലച്ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്. മികച്ച സംവിധാനം അവിനാഷ് അരുൺ ധവാര, 3 of Us എന്ന ചിത്രം. ഇതൊരു ഹിന്ദി ചിത്രമാണ്. മികച്ച സംവിധാനം അവിനാഷ് അരുൺ ധവാര. മികച്ച നടൻ 3 of Us എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജയദീപ് അഹ്ലാവത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്.
മികച്ച നടി ഷെഫാലി ഷായാണ് ത്രീ ഓഫ് അസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച നടിയും മികച്ച നടനും ത്രീ ഓഫ് അസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ലഭിച്ചത്. മികച്ച ഡോക്യുമെന്ററി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടു കിൽ എ ടൈഗർ ഹിന്ദി ഡോക്യുമെന്ററി ആണ്. ഹിന്ദി ഡോക്യുമെന്ററി ആയ ടു കിൽ എ ടൈഗർ, ഇതിന്റെ സംവിധാനം നിഷ പഹുജ. സംവിധാനം ആരാണ്? നിഷ പഹുജ. ഈ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രവും ഏത് തന്നെയായിരുന്നു? ത്രീ ഓഫ് അസ് എന്ന ചിത്രം തന്നെയായിരുന്നു ഉദ്ഘാടന ചിത്രം. സമാപന ചിത്രം ഗോൾഡ് ഫിഷും ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ത്രീ ഓഫ് അസ്. ഇമ്പോർട്ടന്റ് ആണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച ചിത്രം സൗദി വെള്ളയ്ക്ക്, അതിന്റെ സംവിധാനം തരുൺ മൂർത്തി. മികച്ച സംവിധാനം ഓർക്കുക, മികച്ച നടൻ ഓർക്കുക, മികച്ച നടി ഓർക്കുക, മികച്ച ഡോക്യുമെന്ററി ഓർക്കുക. അടുത്തത് ആബേൽ പുരസ്കാരം 2024. എന്താ ഈ ആബേൽ പുരസ്കാരം? ഗണിതശാസ്ത്ര മേഖലയിലെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്നതാണ് ആബേൽ പുരസ്കാരം. ഗണിതശാസ്ത്ര മേഖലയിലെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. 2024 ആബേൽ പുരസ്കാരം ലഭിച്ചത് മൈക്കൽ തലാഗ്രാൻഡിനാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൈക്കൽ തലാഗ്രാൻഡ്. 2023 കൂടി ഒന്ന് ഓർത്തിരിക്കുക. ലൂയിസ് കഫറലി 2023. 2024 മൈക്കൽ തലാഗ്രാൻഡ്. ഗണിതശാസ്ത്ര മേഖലയിലെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ഓക്കെ, അപ്പൊ ഇത്രയും പുരസ്കാരങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കുറച്ച് പുരസ്കാരങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ആബേൽ പുരസ്കാരം 2024, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023, പത്മശ്രീ ലഭിച്ച മലയാളികൾ, പത്മവിഭൂഷൺ, ഭാരതരത്ന 2024. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് എല്ലാം നോക്കി വെച്ചേക്കാം. തുടർന്നുള്ള ക്ലാസ്സുകൾ ഇനിയും വരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.